ബീഹാറിൽ ബി.ജെ.പിക്ക് തന്ത്രപൂർവ്വം കളിച്ചേ പറ്റുകയുള്ളൂ. നിഗൂഢമായ ചില ലക്ഷ്യങ്ങളുമുണ്ട്. ഇതുവരെ നടന്ന ബീഹാർ തെരഞ്ഞെടുപ്പ് പോലല്ല ഇക്കുറിയുള്ള തെരഞ്ഞെടുപ്പ്. നമുക്കറിയാം, ഇന്ത്യ മുന്നണിയും അവിടെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പിടിച്ചെടുക്കാമെന്നുള്ളൊരു വ്യാമോഹത്തിൽ നിൽക്കുന്നുമുണ്ട്. ബി.ജെ.പിയുടെ ലക്ഷ്യം ഏത് തരത്തിലായിരിക്കും സാധൂകരിക്കാൻ പോവുക? കോൺഗ്രസിൻ്റെ കാര്യം അങ്ങനെയല്ല. കോൺഗ്രസ്സിന് വലിയൊരു നാണംകെട്ട പരാജയം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായി. അതായത് 70 സീറ്റുകളിൽ അവർ സ്ഥാനാർത്ഥികളെ നിർത്തി 19 ജയിച്ചു. അതിലാകെ ജയിച്ചത് 19. വലിയൊരു നാണക്കേടായിപ്പോയി. അതേസമയം RJD എന്ന് പറയുന്ന അവിടുത്തെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ട് മാറി, ബി.ജെ.പിയെയും കാളും കൂടുതൽ. അപ്പോൾ അവരുടെ കീഴാളരായിട്ട്, അവരുടെ ജൂനിയർ പാർട്ട്ണറായിട്ട് അവരുദ്ദേശിച്ചിരുന്ന RJD തകർത്ത് തരിപ്പണമാക്കി കോൺഗ്രസിനെ കൂടി. അതിനെ 1-ാം നമ്പർ നേടുകയും ചെയ്തു. അതുകൊണ്ട് ഈ പ്രാവശ്യം തേജസ്വി യാദവ് ആയിരിക്കും മുഖ്യമന്ത്രി. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ, അതാണ് അതിൻ്റെ വൈരുദ്ധ്യം, നേതൃത്വത്തിലുള്ള മുന്നണിയാണ് എന്നാണ് രാഹുൽ ഗാന്ധിയുടെ ധാരണ. ഇതുകൊണ്ടാണ് ഈ വോട്ട് ചോരി യാത്ര നടക്കുമ്പോൾ പത്രക്കാർ അദ്ദേഹത്തിനോട് ചോദിച്ചു, ആരായിരിക്കും നിങ്ങളുടെ മുഖ്യമന്ത്രി? അത് വി വിൽ ഹാവ് എ കൈൻഡ് ഓഫ് സിസ്റ്റം വിച്ച് വി വിൽ ഡിസൈഡ് ദ ലീഡർ ബൈ ഹൂ വിൽ ബി ഗെറ്റിംഗ് മോർ വോട്ട്സ് ലൈക്ക് ദാറ്റ്. അതേസമയം തേജസ്വി യാദവിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം സ്പഷ്ടമായിട്ടും വ്യക്തമായിട്ടും ഉത്തരം പറഞ്ഞു, ഞാൻ തന്നെയായിരിക്കും മുഖ്യമന്ത്രി. കാരണം നേരത്തെ ഉള്ള കണക്കനുസരിച്ച് ഇദ്ദേഹം തന്നെയാണ് ന്യായമായിട്ട് മുഖ്യമന്ത്രിയാവേണ്ടത്. ഉറപ്പാണ് 100%. ഈ പ്രാവശ്യം RJD തന്നെ മുന്നിലെത്തും. അതിലും വ്യത്യാസമെന്ന് പറയുന്നത് അവിടെ CPI, CPI-ML, അതുപോലെ CPI-ML എന്നീ പാർട്ടികളെല്ലാം കൂടെ ചേർന്ന് അവിടെ 12 സീറ്റുകൾ എന്ന് പറഞ്ഞാൽ ആകെയുള്ള വോട്ട് ഷെയറിൻ്റെ 4.6% വീണ്ടും പിടിച്ചെടുത്തു. പണ്ട് ഇതുപോലെയുള്ള ശക്തി അവർക്കുണ്ടായിരുന്നു. CPI ഏറ്റവും കൂടുതൽ 23 സീറ്റ് വരെ നേടിയ സംസ്ഥാനമാണ്. അവർ വീണ്ടും CPI എത്രയും ആയിട്ടില്ല എങ്കിലും ഈ കോമ്പിനേഷൻ ആ ഒരു തലത്തിലേക്ക് എത്തുകയും ചെയ്തു. ഇപ്പോൾ ആരാണ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരേ ഒരു കക്ഷിയേ ഉള്ളൂ, അത് കോൺഗ്രസ്സാണ്. ബി.ജെ.പിക്കും ആശ്വസിക്കാം. കാരണം ബി.ജെ.പി ഒരു കാലത്ത് ഇത്രയും വോട്ട് ഷെയർ നേടിയിട്ടില്ല. ബി.ജെ.പി ഒറ്റയ്ക്ക് ഒന്നുമില്ലായിരുന്നൊരു സംസ്ഥാനമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അതേസമയം ജനതാ പാർട്ടിയുടെ ഏറ്റവും പ്രബലമായിട്ടൊരു സംസ്ഥാനമായിരുന്നു. എങ്ങനെ ജനതാ പാർട്ടി ബി.ജെ.പിയുമായിട്ട് ഈ RSSൻ്റെ പ്രശ്നം ഇല്ലാതിരുന്ന് ഒരുമിച്ച് നടന്നപ്പോൾ ജയപ്രകാശ് നാരായൺ നയിച്ചത് ആ സംസ്ഥാനമായതുകൊണ്ടായിരിക്കും ലാലു പ്രസാദ് യാദവും അതുപോലെ LK അദ്വാനിയും അതുപോലെ തന്നെ ജോർജ് ഫെർണാണ്ടസും ഒക്കെ ഒരുമിച്ച് നിന്ന സമയത്ത് ഏറ്റവും കൂടുതൽ തിളക്കമാർന്ന വിജയം ജനതാ പാർട്ടിക്ക് സമ്മാനിച്ച ഒരു സംസ്ഥാനം കൂടിയാണ്. അതാണിപ്പോൾ പലതായിട്ട് ഡിവൈഡ് ചെയ്തു പോകുന്നത്. പിന്നെ നമ്മൾ ചരിത്രം കൂടി ഓർക്കണം. നമ്മളിതിൻ്റെ ഒരു അനാലിസിസ്, അതായത് ജഗജീവൻ റാമിൻ്റെ മണ്ഡലമായിട്ടുള്ള സസ്രാം ബീഹാറിലാണുള്ളത്. ഏറ്റവും കൂടുതൽ അദ്ദേഹം അവിടെ നിന്ന് മാത്രമേ മത്സരിച്ചിട്ടുള്ളൂ. അവിടെ നിന്ന് ജയിച്ചിട്ടുള്ള ദളിത് നേതാവാണ് ജഗജീവൻ റാം. എന്നിട്ട് കോൺഗ്രസ് എന്താണ് ചെയ്തത്? ഒരിക്കൽ പോലും അദ്ദേഹത്തെ പ്രധാനമന്ത്രിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ ഇവർ? നെഹ്റു കുടുംബത്തിൽ നിന്ന് പുറത്തെ ഒന്ന് ഒരാളിനെ എടുത്തിട്ട്, അവിടത്തുകാരൻ തന്നെയാണ് സീതാറാം കേസരി എന്ന് പറയുന്ന ദളിത് നേതാവ്. സീതാറാം കേസരി AICC പ്രസിഡൻ്റായപ്പോൾ കോൺഗ്രസ് ചെയ്ത് രായ്ക്ക് രാമാനും സോണിയാഗാന്ധി വന്ന് പരസ്യമായിട്ട് അദ്ദേഹത്തെ ആക്ഷേപിച്ചുകൊണ്ടാണ് AICC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും ഗളഹസ്തം ചെയ്തത്, ഗില്ലറ്റും ചെയ്യുകയായിരുന്നു. അങ്ങനെയൊക്കെ ആക്ഷേപിച്ചു. ജഗജീവൻ റാമിനെ വീണ്ടും അദ്ദേഹം സഹിക്കാൻ വയ്യാതെ അടിയന്തരാവസ്ഥ കഴിഞ്ഞാണ് കോൺഗ്രസ് ഫോർ ഡെമോക്രസി എന്നൊരു കക്ഷി ഉണ്ടാക്കി. ആ കക്ഷിയുടെ തലപ്പത്ത് വന്നു, ജനതാ പാർട്ടിയുമായിട്ട് കൂട്ടുകൂടി മികച്ച പ്രകടനമാണ് ബീഹാറിൽ കാഴ്ചവെച്ചത്. അദ്ദേഹത്തെ ജനതാ പാർട്ടി ഭാഗ്യദോഷത്തിന് ഒരു തവണ മാത്രമേ അധികാരത്തിൽ വന്നു. അപ്പോഴത്തേക്ക് ഈ RSS പ്രശ്നം പറഞ്ഞ് ആവശ്യമില്ലാത്ത അടിയുണ്ടാക്കി. അത് പ്രശ്നമാക്കാതെ ജോർജ് ഫെർണാണ്ടസ് ബി.ജെ.പിയുമായിട്ടുള്ള സഖ്യം തുടരുകയും ചെയ്തു. എന്നിട്ട് കോൺഗ്രസ് ഫോർ ഡെമോക്രസി ഒറ്റയ്ക്ക് ആ പ്രാവശ്യം മികച്ച നേട്ടം, എനിക്ക് തോന്നുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 12 MP അവർക്ക് മാത്രം ഉണ്ടായി. അടുത്ത പ്രാവശ്യം ജനതാ പാർട്ടിയുടെ വാഗ്ദാനം എന്തായിരുന്നു അറിയോ? അവർ തെരഞ്ഞെടുപ്പ് തന്ത്രമായിട്ട് ഉപയോഗിച്ചത് ജഗജീവൻ റാമിനെ, ജഗജീവൻ ബാബു എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്, ഞങ്ങൾ പ്രധാനമന്ത്രിയാക്കും. പക്ഷേ ജയിച്ചില്ല. കാരണം എന്താണ്? RSS എന്നുള്ള ആവശ്യമില്ലാത്ത വിഷയം ഉന്നയിച്ചുകൊണ്ട് അത് പലതായിട്ട് പിണങ്ങി ഇന്ദിരാഗാന്ധി വൻ ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ വരികയും ചെയ്തു. അങ്ങനെ ജനതാ പാർട്ടിയുടെ ആ ദുർബുദ്ധി കൊണ്ട്, പിടിവാശി കൊണ്ട് അത് നശിച്ചു പോയത്. ആ സ്ഥാനമാണ് ഇന്ന് BJP കയ്യേറിയിരിക്കുന്നത്.
ഒരു തെറ്റുമില്ല. ഒരു തെറ്റും അത് പറഞ്ഞില്ല. ജനതാ പാർട്ടി എന്ന് പറയുന്ന RSSനെ എതിർത്തവരെല്ലാം ഇന്ന് തോറ്റു തുന്നം പാടിക്കൊണ്ടിരിക്കുന്നു. RSSനെ ഉൾക്കൊണ്ടുകൊണ്ട് അതിശക്തമായിട്ട് BJP, ഞാനിപ്പോൾ പറയുന്നു, ഇവിടെ വെച്ച് പറയുന്നു, ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുമ്പോൾ BJP JDU കോമ്പിനേഷൻ തന്നെ അവിടെ ജയിക്കും. കാരണം മുഖ്യമന്ത്രി ആരുടേതായിരിക്കും? മുഖ്യമന്ത്രി നിതീഷ് കുമാർ തന്നെ. അമിത്ഷാ പറഞ്ഞു കഴിഞ്ഞല്ലോ വ്യക്തമായിട്ട്. നിങ്ങൾ അവിടെയാണ് ഒരു സംശയം, BJPക്ക് ചില രഹസ്യ നീക്കങ്ങൾ ഉണ്ടോ എന്നുള്ളത്. മഹാരാഷ്ട്രയിലെ പോലെ പിളർത്തിക്കളയും. ഇല്ലില്ല, ഒന്നുമില്ല. അദ്ദേഹത്തിൻ്റെ പ്രായം കുറേ ഉണ്ട് നിതീഷ് കുമാർ. അത് സ്വാഭാവികമായിട്ടുള്ള ഒരു അന്ത്യത്തിൽ നിതീഷ് കുമാർ ഇനിയിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തെ കേന്ദ്രത്തിൽ സഖ്യത്തിൽ നിൽക്കുകയും ശരിയാണ്. അദ്ദേഹത്തെ മാറ്റണമെന്ന് വലിയൊരു അതിയായ ആഗ്രഹം പ്രത്യേകിച്ചൊന്നും നേടാനില്ല BJPക്ക് അല്ലാതെ തന്നെ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാനുള്ള ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഒരുക്കുകയാണ് അമിത്ഷായുടെ തന്ത്രം. അത് സാധിക്കുകയും ചെയ്യും. അത് ചാണക്യനാണ്, രാഷ്ട്രീയ ചാണക്യനാണ്. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ JDUവിനോടൊപ്പം നിൽക്കുക. അത് കഴിഞ്ഞിട്ട് JDU ഇത് പോയി കഴിഞ്ഞാൽ, അദ്ദേഹം പോയി കഴിഞ്ഞാൽ, പക്ഷേ അമിത്ഷാ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാക്സിമം സീറ്റ് BJP പിടിക്കണമെങ്കിൽ ഐക്യം വേണം. ജനതാ പാർട്ടി ഏതുപോലെ അടിച്ചു വിരിഞ്ഞു കഴിഞ്ഞാൽ ജയിക്കാൻ പറ്റും. അതാണ് പറയുന്നത്. എന്ന് മാത്രമല്ല, വിജയനാഥെ വലിയൊരു തന്ത്രവേർ പ്രയോഗിച്ചു. വലിയ തന്ത്രവേർ ഈ പ്രാവശ്യം പ്രയോഗിച്ചു. സാധാരണഗതി BJP വികസനം നടത്തുക, ആ വികസനത്തിൻ്റെ പേരിൽ വോട്ട് വാങ്ങുക. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന ബജറ്റിൽ പോലും ആളുകളെ സുഖിപ്പിക്കാനുള്ള ഫ്രീബീസുള്ള ഒരു നിർദ്ദേശവും ഉണ്ടായില്ല. എങ്കിലും അവർ കഷ്ടിച്ച് ജയിച്ചു ആ തെരഞ്ഞെടുപ്പ്. പക്ഷേ ഇപ്പോൾ ബീഹാറിൽ അവർ നയമൊന്നും മാറ്റിയിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. അത് പറയുമ്പോഴേ നമുക്ക് മനസ്സിലാവും എത്ര തന്ത്രപരമായിട്ടാണ്. നോക്കൂ, പ്രധാനമന്ത്രി 75 ലക്ഷം സ്ത്രീകൾക്ക് 10,000 രൂപ നേരിട്ട് കൊടുത്ത പദ്ധതി ഉദ്ഘാടനം ചെയ്യടെയാ. അതെ, മഹിളാ റോസ്ഗാർ യോജന. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അതെപ്പോഴും ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു. തെരഞ്ഞെടുപ്പിന് ഏറ്റവും അടുത്ത് എന്തു സംഭവിക്കുന്നു അതിനെ ആധാരമാക്കിയായിരിക്കും വിജയപരാജയങ്ങൾ തീരുമാനിക്കുക. അതിനു മുമ്പ് എന്ത് ചരിത്രം നമ്മൾ പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. നമ്മൾ ഈ പറഞ്ഞ ഇപ്പോൾ ജഗജീവൻ റാമിൻ്റെ കാര്യം പറഞ്ഞൊന്നും ഒരു പ്രസക്തിയില്ല. പക്ഷേ ഇത് വളരെ ആഴത്തിൽ അത് പ്രതിഫലിക്കും. മഹിളകളാണ്. നിതീഷ് കുമാറിനെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആൾക്കാരും അവിടുത്തെ മഹിളകളാണ്. കാരണം എന്താണ്? ഗുണ്ടാരാജ് അവസാനിപ്പിച്ചത് അദ്ദേഹമാണ്. ചാരായം കൂടി ഉണ്ടല്ലോ, അത് നിരോധിച്ചത് അദ്ദേഹം. മദ്യവർജനം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹമാണ്. സമാധാനമായിട്ട് ആ സ്ത്രീകൾ കിടന്നുറങ്ങാം. അതുകൊണ്ടാണ്, അല്ല അദ്ദേഹത്തിൻ്റെ ഗ്ലാമർ കണ്ടിട്ടും ചെറുപ്പം കണ്ടിട്ടും അല്ല. സ്ത്രീകൾ ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്യുന്നത് നിതീഷ് കുമാറിനാണ്. ഒന്നത്. രണ്ടാമത്തേത്, ഈ നിതീഷ് കുമാർ തന്നെ 16 ലക്ഷം പുരുഷന്മാർക്ക്, അത് വിശ്വകർമ്മ ദിനത്തിലാണ്, വിശ്വകർമ്മജരായിട്ടുള്ള ആൾക്കാർക്ക് 5000 രൂപ വീതം ക്യാഷായിട്ടും കൊടുക്കുക. ഫ്രീ ബീസ് തന്നെ അത് കൊടുത്തു. പിന്നെ വയോജന പെൻഷൻ അവിടെ നേരത്തെ 140 രൂപയുള്ളായിരുന്നു, 140 പെൻഷൻ മാസം തോറും. ഇപ്പോൾ അതാ നേരെ അതിൻ്റെ 10 ഇരട്ടിയാക്കി, 1100 രൂപയാക്കി. അതുപോലെ തന്നെ 2 ലക്ഷം ബിരുദ, ഇവിടുത്തെ പോലെ എല്ലാ തൊഴിലില്ലാത്തവർക്കും കൊടുക്കുകയല്ല, 2 ലക്ഷം ബിരുദധാരികളായിട്ടുള്ള യുവാക്കൾക്ക് 1000 രൂപ വീതം മാസം. കേരളത്തിലെ പോലെ അവർക്ക് അവിടെ ഈ തൊഴിലില്ലായ്മ വേതനം കൊടുക്കുന്നില്ലായിരുന്നു. ആദ്യമായിട്ടാണ് അത് കൊണ്ടുവരുന്നത്. കാരണം തൊഴിലില്ലായ്മ വലിയൊരു പ്രശ്നം തന്നെയാണ്. രാഹുൽ ഗാന്ധിയും അത് ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അത് അവരെ നേരിടാൻ, അവരുടെ വോട്ട് കിട്ടാൻ വേണ്ടി തന്നെ ചെയ്തതാണ്. അത് ക്ലിക്ക് ചെയ്യുകയും ചെയ്യും, നോക്കിക്കോളൂ. പിന്നെ വിദ്യാർത്ഥികൾക്ക് പലിശയില്ലാത്ത വായ്പ, അത് പ്രധാനമന്ത്രിയുടെ സ്കീമിൽ തന്നെ നേരത്തെ ഉള്ളതാണ്. അതെ, കൊളാറ്ററൽ ബോൺസ് ഒന്നും ഇല്ലാതെ തന്നെ, ജാമ്യമില്ലാതെ തന്നെ കടം കൊടുക്കുക. അത് കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട് ബീഹാറിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വം. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ മദ്യ നിരോധന നയം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. സ്ത്രീകൾക്ക് ഏറ്റവും ആശ്വാസം. ഗുണ്ടകളുടെ സംസ്ഥാനമായിരുന്നു ബീഹാർ. UP-യേക്കാളും ഗുണ്ടകളുണ്ടായ സംസ്ഥാനമാണ്. ഇപ്പോൾ അവിടെ ഇല്ല. കാര്യം 2 കാര്യങ്ങൾ. ഒന്ന്, ഈ ഗുണ്ടകളായിട്ടിരുന്നവർ പലരും കേരളത്തിലേക്ക് പോകുന്നു. നമ്മുടെ അതിഥി തൊഴിലാളികളായിട്ട് പലരും, എല്ലാവരും നമ്മൾ പറയുന്ന പിന്നെ ബംഗാളികൾ എന്നാണ്. നമ്മളെ മദരാശികൾ എന്ന് വിളിച്ചിരുന്നില്ലേ മലയാളികളായിട്ടും അന്യ സംസ്ഥാനങ്ങളിൽ പോകുമ്പോൾ? അതുപോലൊരു കാര്യമുള്ളൂ. കൂടുതലും ബീഹാറിൽ വരുന്ന ക്രിമിനൽസും ഒക്കെയാണ് ഇവിടെ. സമഗ്ര വോട്ടർ പട്ടിക ഏത് തരത്തിലേക്ക് മാറുമെന്നുള്ളത് അവിടാണ് രസം. സമഗ്ര വോട്ടർ പട്ടികയാണല്ലോ മനോരമ സർ എന്നും പറഞ്ഞ് വലിയ ഹെഡിങ്ങിൽ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ കളിയാക്കിയത്. ഇപ്പം എവിടെ നിന്നാണ് എതിർപ്പ് വരുന്നത്? ആരാ എതിർക്കുന്നത്?
ആവശ്യമില്ലാത്തവന്, പൗരത്വമില്ലാത്തവന്, അർഹതയില്ലാത്തവൻ്റെയൊക്കെ പേര് വെട്ടിക്കളഞ്ഞു. അങ്ങനെ ഇപ്പോൾ എത്ര 7 ലക്ഷത്തോളം ആണ് അവിടെ നിന്ന് പട്ടികയിൽ നിന്ന് നീക്കിയത്. അതങ്ങനെ തന്നെ നിൽക്കുന്നു. ഒരവകാശവും അതും ഉണ്ടായിട്ടില്ല. ആ പട്ടിക കുഴപ്പമുള്ളതാണെന്ന് ഇപ്പോൾ വരെ ആരും പറയുന്നുമില്ല. ആർക്കും എതിർപ്പില്ലല്ലോ. പിന്നെ ഏറ്റവും അവസാനത്തെ കാര്യം കൂടെ പറഞ്ഞു നിർത്താൻ ഇവർ വിജയിക്കാനുള്ളത്. കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് 3 ഘട്ടങ്ങളായിട്ടാണ്. ഇപ്പോഴോ ഈ ക്രിമിനൽ സംസ്ഥാനത്ത് 2. അത് തമ്മിൽ വലിയ ഗ്യാപ്പുമില്ല. പണ്ട് വലിയ ഗ്യാപ്പായിരുന്നു. എന്താ കാര്യം? ഇലക്ഷൻ കമ്മീഷന് തന്നെ പേടിയായിരുന്നു ഇവിടെ അക്രമം ഉണ്ടാവും, ക്രമസമാധാനം നടക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അർത്ഥം കേരളം പോലെ സംസ്ഥാനങ്ങളിലാണ് സാധാരണഗതി 2 ഘട്ടമായിട്ട് നടക്കും. ഇവിടെ അടുത്ത് നടക്കുന്നതിൻ്റെ അർത്ഥം ഇലക്ഷൻ കമ്മീഷൻ അവിടുത്തെ ക്രമസമാധാന നില അംഗീകരിച്ച് ഒപ്പിട്ട് സീൽ വെച്ച് കൊടുത്തിരിക്കുന്നു. വേണമെങ്കിൽ ഒറ്റഘട്ടമായിട്ട് നടക്കാവുന്ന, അതുപോലെ സമാധാനമുണ്ട്. അതാണ് സ്ത്രീകൾക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം. പൊതുവെ ജനങ്ങൾക്കും പ്രായമായവർക്കും എല്ലാം ഇഷ്ടപ്പെടുന്ന കാര്യം. ഈ വഴക്കും ബഹളവും ഒക്കെ നടക്കുന്ന ഒരു സംസ്ഥാനം സമാധാനപൂർണ്ണമായ ജീവിതം. ഒറ്റ ലോ ആൻഡ് ഓർഡർ പ്രശ്നം നമ്മുടെ പത്രങ്ങളിലെങ്കിലും റിപ്പോർട്ട് ചെയ്ത് ഞാനിതുവരെ കണ്ടിട്ടില്ല. അടുത്ത കാലത്ത് ഒരു പ്രശ്നവും ഇല്ലാതെ ബഹുസ്വരതയുള്ള സംസ്ഥാനമായിട്ട്. സീമാഞ്ചൽ എന്ന് പറയുന്ന മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം, അവിടെ ഒവൈസി ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കുന്നു. അതാരെയാണ് ബാധിക്കുക? കോൺഗ്രസിനെയും RJDയെയാണ് ബാധിക്കുക. അതായത് മൈ ബാപ്പ് എന്നാണ് തേജസ്വി യാദവ് അദ്ദേഹത്തിൻ്റെ വോട്ട് ബാങ്കിനെ പറയുന്നത്. മൈ ബാപ്പ് എന്ന് പറയുമ്പോൾ മുസ്ലിം, മൈ ബാപ്പ് എന്നുള്ളതിൻ്റെ എക്സ്പാൻഷൻ ഇങ്ങനെയാണ്. മൈ ബാപ്പ് ഇംഗ്ലീഷിൽ എഴുതി നോക്കുക. മുസ്ലിംസ്, വൈ എന്ന് പറയുന്ന യാദവന്മാർ നല്ലപോലെ ഉണ്ട് അവിടെ. അതുപോലെ തന്നെ ബി എന്ന് പറയുന്നത് ബഹുജൻ, അതുപോലെ തന്നെ എ എന്ന് പറയുന്നത് അഗാഡാസ് എന്ന് പറയുന്നത് ഉന്നത ബ്രാഹ്മണരാണ്, പൂജാരിമായിട്ടായിട്ടുള്ള ബ്രാഹ്മണർ. അതും കഴിഞ്ഞാൽ ആബാദി എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ, അതിന് ഇംഗ്ലീഷ് എഴുതിയിട്ട് അതാണ് മൈ ബാപ്പിൻ്റെ പി എന്ന് പറയുന്ന അവസാനം. ഇവിടാണ് വോട്ട്. ആ വോട്ട് ബാങ്കിലേക്കാണ് ഒവൈസി കയറി പോയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ വേറൊരു അതും കൂടെ പറഞ്ഞേ നിർത്താവൂ. അതായത് നമ്മുടെ പ്രശാന്ത് കിഷോർ എന്ന് പറയുന്ന PK എന്ന് പറയുന്ന ആൾ ആം ആദ്മി പാർട്ടിയുടെ പോലൊരു കളി അവിടെ കളിച്ചിട്ടുണ്ട്. അദ്ദേഹം കയ്യിലെടുത്തിരിക്കുന്നത് അവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളെയാണ്. ആ വോട്ട് ബാങ്കും വരുന്നത് ഈ RJDയുടെ വോട്ടുകളിൽ നിന്നാണ്. ഏറ്റവും പിന്നോക്കക്കാരായിട്ടുള്ള ആൾക്കാരുടെ വോട്ടാണ്. അത് പ്രശാന്ത് കിഷോറിലേക്ക് പോവുക, അതും BJPക്ക് നേട്ടമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നേട്ടങ്ങൾ കൊണ്ട് തീർച്ചയായിട്ടും ഈ പ്രാവശ്യം BJPക്ക് തിളക്കമാർന്ന ഒരു വിജയമായിരിക്കും. നമ്മുടെ സർവേകളിൽ, നേരത്തെയുള്ള സർവേകളിൽ, അതായത് വോട്ട് ചോരിയുടെ യാത്ര നടക്കുന്നതിന് മുമ്പുള്ള സർവേകളിലും അതുതന്നെയാണ് വന്നത്. ഇനിയുള്ളതിൽ അതിലൂടെ കുറച്ചുകൂടി BJPക്ക് നേട്ടം ഉണ്ടാക്കുന്നതായിരിക്കും സർവേകളിൽ വരാൻ പോവുക. പിന്നെ ഈ പറഞ്ഞ പോലെ ഏറ്റവും അവസാനം എന്ത് സംഭവിക്കുന്നുള്ളതിനെ ആശ്രയിച്ചായിരിക്കും തെരഞ്ഞെടുപ്പിൻ്റെ അന്തിമ ഫലം പുറത്തു വരിക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.